So നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. How much of 10% KCl solution is required to prepare 1 liter of 4% solution? Okay, so എത്ര percentage of 10% KCl potassium chloride solution നമുക്ക് ആവശ്യമുണ്ട് to prepare 1 liter of 4% solution നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. സോ നമ്മളിത് എന്തിൻ്റെ ബേസിലാണ് നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ. C1 V1 ഈസ് ഈക്വൽ ടു C2 V2 എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യുക. C1 എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ, ഫസ്റ്റത്തിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ് പറഞ്ഞാൽ 10% ആണ് അല്ലേ. ഇതിൻ്റെ സെക്കൻഡ് കോൺസെൻട്രേഷൻ എത്രയാണ് 4% ആണ്. V2 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എത്ര വരും 1 ലിറ്റർ, അതായത് 1000 ml അല്ലേ വരും. ഓക്കെ, സോ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് C1 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു V1 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 1000. Okay, so V1 is equal to 4 into 1000 divided by 10. So നമുക്ക് ഇത് 400 എന്ന് വരും അല്ലേ, 400 ml. സോ ഇതാണ് നമുക്ക് ആൻസറായിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂജിനോൾ ഈസ് എ ചീഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഇൻ ഓപ്ഷൻ എ ഫെനൽ, ബി ക്ലോവ്, സി നട്ട്മഗ് ആൻഡ് ഡി കൊറിയാണ്ടർ. യൂജിനോൾ ആരുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് വരുന്നത്, ക്ലോവ്. ഓക്കെ, so which test is best suited for the identification of anthraquinone C glycoside? Okay, A Bontrager's test, B Keller-Guiliani test, C form test, D modified Bontrager's test. So നമുക്കറിയാം ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസിൻ്റെ ടെസ്റ്റുകളാണ് ഈ ബോൺട്രാഗേഴ്സ് ടെസ്റ്റും അതുപോലെ തന്നെ മോഡിഫൈഡ് ബോൺട്രാഗേഴ്സ് ടെസ്റ്റൊക്കെ വരിക. ഫോം ടെസ്റ്റ് സാപ്പോണിൻ അല്ലേ, സാപ്പോണിൻ ഗ്ലൈക്കോസിൻ്റെ ടെസ്റ്റും കെല്ലർ-ഗിലിയാനി എന്ന് പറഞ്ഞാൽ നമ്മളേതാണ് കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് അല്ലേ, അതായത് ഡിജിറ്റോക്സ് അങ്ങനത്തെ നമ്മുടെ ഡിജിറ്റാലിസിൻ്റെ ഒക്കെ ടെസ്റ്റായിട്ട് നമുക്ക് വരിക. ഓക്കെ, സോ നമ്മൾ ഇതിൽ രണ്ടിലും തന്നെ സി ഗ്ലൈക്കോസൈഡ് ഉണ്ട്, ഓ ഗ്ലൈക്കോസൈഡ് ഉണ്ട്. ഇതിൽ ബോൺട്രാഗേഴ്സ് ടെസ്റ്റ് നമ്മൾ ഏതിനാണ് ചെയ്യുന്നത്, സെന്നയുടെയാണ്. സെന്നയ്ക്ക് നമുക്കറിയാം ഓ ഗ്ലൈക്കോസൈഡ്സ് ആണ്, അതിൻ്റെയാണ് വരിക. ഓക്കെ, സോ ഇതിന് ആൻസർ മോഡിഫൈഡ് ബോൺട്രാഗേഴ്സ് ടെസ്റ്റാണ് സി ഗ്ലൈക്കോസൈഡിന് ഉണ്ടാവുക. Next question, when Klanger's test was conducted with a sample of alloys, a wine red color was obtained. The sample may be, so wine red color കിട്ടുവാണെങ്കിൽ ക്ലങ്ങേഴ്സ് ടെസ്റ്റ് അല്ലെങ്കിൽ കുപ്പർലോയിൻ ടെസ്റ്റിന് വൈൻ റെഡ് കളർ കിട്ടുവാണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് അലോയിസ് ആണ്, സോക്രോട്ടിൻ അലോയി ആണോ, സൻസിബാർ ആണോ, കുർക്കോ അലോയി ആണോ, കേപ്പ് അലോയി ആണോ? സോ ഓപ്ഷൻ സി ആണല്ലേ ആൻസർ, കുർക്കോ അലോയി ആണ്. നമുക്ക് ഒരു വൈൻ റെഡ് കളർ കിട്ടുന്ന ഏതാണ്, കുർക്കോ അലോയി ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Okay, which of the following drug prevent mast cell degranulation? Option A sodium chromoglycolate, option B disodium EDTA, sodium sulfosuccinate, sodium pentothal. സോ നമുക്കറിയാം ഈ മാസ്റ്റ് സെൽ ഡീഗ്രാനുലേഷൻ ഏജൻസ് നമ്മൾ എവിടെ കൊടുക്കുന്നത്, ട്രീറ്റ്മെൻറ്റ്സ് ഓഫ് ആസ്മ അല്ലേ, ആസ്മയുടെ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. സോ അതിൽ വരുന്ന ഒരു ഡ്രഗ് ഏതാണ്, സോഡിയം ഗ്ലൈക്കേറ്റ് ആണ് അല്ലേ. സോഡിയം ക്രോമോഗ്ലൈക്കേറ്റ് ആണ് നമ്മൾ മാസ്റ്റ് സെൽ ഡീഗ്രാനുലേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് നമുക്ക് റൈറ്റ് ആൻസർ. 77 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അനലെപ്റ്റിക് ഡ്രഗ്? ഇതിലേതാണ് അനലെപ്റ്റിക് ഡ്രഗ് ആയിട്ട് വരുന്നത്, നിക്കോട്ടിനിക് ആസിഡ് ആണോ, നിക്കോറാൻഡിലാണോ, നിക്ലോസാമൈഡ് ആണോ, നിക്കിത്താമൈഡ് ആണോ? സോ അനലെപ്റ്റിക് ഡ്രഗ് ഏതാണ്, നിക്കിത്താമൈഡ് ആണ് അല്ലേ. സോ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഗം ഹൈപ്പർപ്ലാസിയ ഈസ് അസോസിയേറ്റഡ് വിത്ത് ലോങ് ടൈം യൂസ് ഓഫ്. ഗം ഹൈപ്പർപ്ലാസിയ നമ്മുടെ ആരുടെ സൈഡ് എഫക്റ്റ് ആണ്, ഫിനൈൽ ബ്യൂട്ടസോൺ ആണോ, ഫിനൈറ്റോയിൻ ആണോ, ഫെൻഡറാമിൻ ആണോ, ഫിനോബാർബിറ്റോൺ ആണോ? നമുക്കറിയാം വെൽ നോൺ സൈഡ് എഫക്റ്റ് ആണല്ലേ ഫിനൈറ്റോയിൻ്റെ ഗം ഹൈപ്പർപ്ലാസിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്ലാസ് ഓഫ് ഡ്രഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ചീസ് റിയാക്ഷൻ? നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, ചീസ് റിയാക്ഷൻ ആരുടേതാണ്, ഏത് ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ് വരുന്ന ചീസ് റിയാക്ഷൻ ഉണ്ടാക്കുന്നത്? AC ഇൻഹിബിറ്റർ ആണ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി കോക്സ് ഇൻഹിബിറ്റർ, ഓപ്ഷൻ സി മാവോ ഇൻഹിബിറ്റർ, ഓപ്ഷൻ ഡി കോംറ്റ് ഇൻഹിബിറ്റേഴ്സ്. ഏതാണ് വരിക, മാവോ ഇൻഹിബിറ്റർ. ഓക്കെ, സോ അതിൻ്റെ റിയാക്ഷനാണ് ഈ പറയുന്ന ചീസ് റിയാക്ഷൻ. അതായത് മാവോ ഇൻഹിബിറ്ററിൻ്റെ ഒപ്പം നമ്മൾ തൈറമിൻ റിച്ച് ഫുഡ്, തൈറമിൻ കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നത്, തൈറമിൻ റിച്ച് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് ഈ തൈറമിനെ മെറ്റബോളൈസ് ചെയ്യുന്ന ആളാണ് മാവോ, മോണോഅമീൻ ഓക്സിഡേസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ. ഓക്കെ, സോ തൈറമിൻ മെറ്റബോളിസം ചെയ്യുന്ന അത് നടക്കുന്നില്ല, തൈറമിൻ ഡയറക്റ്റ്ലി ബ്ലഡിലേക്ക് സർക്കുലേറ്റ് ചെയ്യും, എൻ്റർ ചെയ്യും അല്ലേ. സോ അങ്ങനെ ഹൈ എമൗണ്ട് ഓഫ് തൈറമിൻ നമ്മുടെ ബ്ലഡിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്നുള്ളൊരു അവസ്ഥയിൽ സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് called cheese reaction. Okay, next 80th question, which of the following drug is used to reduce the risk of cyclophosphamide induced hemorrhagic cystitis? So നമ്മൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസിൽ കണ്ടില്ലേ, ADR അസോസിയേറ്റഡ് ഒത്തിരി ക്വസ്റ്റ്യൻസ്, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ അസോസിയേറ്റഡ് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ കാണുന്നുണ്ട് അല്ലേ. ഇവിടെ സൈക്ലോഫോസ്ഫാമൈഡിൻ്റെ ഒരു ആൻറ്റി ക്യാൻസർ മെഡിക്കേഷൻ ആണ്, അതിന് വെൽ നോൺ സൈഡ് എഫക്റ്റ് ആണ് ഹെമറാജിക് സിസ്റ്റൈറ്റിസ് ഉണ്ടാകുന്നത് അല്ലേ. സോ യൂറിനറി ബ്ലാഡറിൽ സിസ്റ്റൈറ്റിസ്, അതിന് ബ്ലീഡിങ് ഉണ്ടാവും, അതിൻ്റെ ഒരു ടോക്സിറ്റിയാണ് കേട്ടോ. സോ അത് നമ്മൾ ഏത് ഡ്രഗാണ്
ഡ്രഗാണ് യൂസ് ചെയ്യുന്നത് ടു റെഡ്യൂസ് ദ സൈഡ് എഫക്റ്റ്. ഏതാണ്? ഓപ്ഷൻ എ മെസ്ന, ഓപ്ഷൻ ബി ബ്രിട്ടീഷ് ആൻറ്റി ലുവസൈറ്റ് അല്ലെങ്കിൽ BAL, ഓപ്ഷൻ സി തയോട്ടെപ്പ ആൻഡ് ഓപ്ഷൻ ഡി 5-fluorouracil. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. മെസ്നയാണ് നമ്മൾ കൊടുക്കുന്നത്. 81. Which of the following local anesthetic is long acting? So local anesthetic നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലോങ് ആക്ടിങ്, ഷോർട്ട് ആക്ടിങ്, ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ എസ്റ്റർ ടൈപ്പ് ലിങ്കേജ് അല്ലെങ്കിൽ അമൈഡ് ലിങ്കേജ് എന്നനുസരിച്ച് രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമുക്കുണ്ട്. സോ രണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് പല എക്സാമിനും. സോ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അവിടെ ലോങ് ആക്ടിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടെട്രാകെയിൻ, പ്രൊക്കെയിൻ, ലിഗ്നോകെയിൻ ആൻഡ് ക്ലോറോപ്രൊക്കെയിൻസ്. സോ ഓക്കെ, ഇതിലേതാണ് ലോങ്ങസ്റ്റ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ ടെട്രാകെയിൻ ആണ് വരിക കേട്ടോ. ലിഗ്നോകൈൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ആണ്. പ്രൊക്കെയിൻ ആൻഡ് ക്ലോറോപ്രൊക്കെയിൻ ഷോർട്ട് ആക്ടിങ് മെഡിക്കേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ ഫോർ പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റേഴ്സ്. പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ കൊടുക്കുന്ന എവിടെയാണ്? പാർക്കിൻസോൺസ് അല്ലേ. പാർക്കിൻസോൺസ് ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ പെരിഫറൽ ഡീകാർബോക്സിലേസ് കൊടുക്കുക. അതെന്തിനാണ്? ടു പ്രിവെൻറ്റ് ദ ഡീകാർബോക്സിലേസ് എൻസൈം. അത് നമ്മുടെ ഡോപ്പമിൻ്റെ മെറ്റബോളിസത്തിന് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണിന് കാരണമാകുന്ന ഡീകാർബോക്സിലേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്ത് മാക്സിമം എമൗണ്ട് ഓഫ് ഡോപ്പമിൻ നമുക്ക് CNSലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റർ. അത് ഏതാണ് വരിക? ഓപ്ഷൻ എ പ്രൊബിനിസിഡ്, ഓപ്ഷൻ ബി ബെൻസെറാസൈഡ്, ഓപ്ഷൻ സി ഇപ്രോണിയാസിഡ് ആൻഡ് ഓപ്ഷൻ ഡി സൊട്ടപ്പിൻ. സോ ഇതിൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, ബെൻസെറാസൈഡ് ആണ് വരിക. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഡ്രഗാണ് കാർബിഡോപ്പ. ഓക്കെ, അതും ഒരു പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? എക്സാമ്പിൾ ഫോർ എട്ടിപ്പിക്കൽ ആൻറ്റി ഡിപ്രസൻ്റ് ഏതാണ്? ഫ്ലൂവോസെറ്റിൻ, അമോക്സാപ്പിൻ, സെട്രാലിൻ ആൻഡ് സ്ട്രെസഡോൺ. സോ ടിപ്പിക്കൽ ആൻഡ് എട്ടിപ്പിക്കൽ, SSRIs, SNRIs, അങ്ങനെ ഒത്തിരി ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആൻറ്റി ഡിപ്രസൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ് ആൻറ്റി ഡിപ്രസൻറ്റ്, ആൻറ്റി സൈക്കോട്ടിക്സ്. അത് കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. സോ ഇതിൽ എട്ടിപ്പിക്കലാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് കറക്റ്റ് ആൻസർ ട്രസഡോൺ ആണ്. ഓക്കെ, ട്രസഡോൺ ആണ് വരിക. ഓക്കെ, നമുക്കിതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫാമിലി സിന്നമൺ ബിലോങ്സ്? സിന്നമൺ ഏത് ഫാമിലിയിലേക്കാണ്? സിന്നമൺ ഏത് ഫാമിലിയാണ് വരുന്നത്? സിന്നമൺ ലെഗുമിനോസി ആണോ, ലൊറേഷ്യ ആണോ, ഇമാറുബിയേസി ആണോ, ആൻഡ് റുബിയേസി ആണോ? ലൊറേസിയ ഫാമിലിയാണ് അല്ലേ സിന്നമൺ. സിന്നമൺ ലോറിയിലാണ് വരുന്നത്, നമ്മൾ കയറ്റിക്കൊണ്ട് വരുന്നത് നമ്മൾ ഓർത്താൽ മതി. ആ ലൊറേസിയ ഫാമിലി നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ അമിനോഗ്ലൈക്കോസർ ആൻറ്റിബയോട്ടിക്? അമിനോഗ്ലൈക്കോസർ അല്ലാത്തത്. ഓക്കെ, ഓപ്ഷൻ എ സ്ട്രെപ്റ്റോമൈസിൻ, ഓപ്ഷൻ ബി ജെൻഡാമൈസിൻ, ഓപ്ഷൻ സി അമിക്കാസിൻ, ഓപ്ഷൻ ഡി മിത്രാമൈസിൻ. ഇതിലേതാണ് അമിനോഗ്ലൈക്കോസർ ആൻറ്റിബയോട്ടിക് അല്ലാത്തത്? ഓപ്ഷൻ ഡി മിത്രാമൈസിൻ ആണ്. ഇതൊരു ആൻറ്റി ക്യാൻസർ ആൻറ്റിബയോട്ടിക് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ആൽക്കലോയിഡ് കൊൾച്ചിസിൻ ഈസ് ആൻ. കൊൾച്ചിസിൻ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ആൻറ്റി ക്യാൻസർ ഡ്രഗ് ആണോ, ആൻറ്റി ഹെൽമന്തിക് ആണോ, ആൻറ്റി ഗൗട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണോ, ആൻറ്റി പാർക്കിൻസോണിയൻ ഡ്രഗ് ആണോ? കൊൾച്ചിസിൻ നമുക്കറിയാം അല്ലേ, ഇറ്റ്സ് എൻ ആൻറ്റി ഗൗട്ട് ഡ്രഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാർബിറ്റുറേറ്റ് ആക്ട് ത്രൂ ഗ്ലൂട്ടമേറ്റ് റിസപ്റ്റേഴ്സ്, നിക്കോട്ടിൻ റിസപ്റ്റർ, NMDA റിസപ്റ്റേഴ്സ്, ഗാബ റിസപ്റ്റേഴ്സ്. സോ ഇതൊക്കെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബാർബിറ്റുറേറ്റിൻ്റെ ആക്ട് ചെയ്യുന്നത് ഗാബ റിസപ്റ്റേഴ്സ് വഴിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒണ്ടാൻസെട്രോൺ ആക്ട് ബൈ ആൻറ്റഗോണൈസിങ്. അല്ലേ, ഇതുപോലത്തെ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഇത്തിരി മുന്നേ കണ്ടിരുന്നു അല്ലേ. D2 റിസപ്റ്റർ വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. H2 റിസപ്റ്റേഴ്സ്, 5-HT3 റിസപ്റ്റർ ആൻഡ് H1 റിസപ്റ്റർ. സോ ഒണ്ടാൻസെട്രോണിൻ്റെ ഏതാ മെക്കാനിസം ഓഫ് ആക്ഷൻ ഏതിനാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? സെറോട്ടോണിൻ ആണ് അല്ലേ. 5-HT3 റിസപ്റ്ററിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒണ്ടാൻസെട്രോൺ. ഓക്കെ, സോ ഞാനിത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ന്യൂ WHO ഫോർമുല ഫോർ ORS, ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്, ഡസ് നോട്ട് കണ്ടെയ്ൻ ഇല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ ബി പൊട്ടാഷ്യം ക്ലോറൈഡ്, ഓപ്ഷൻ സി സോഡിയം സിട്രേറ്റ്, ഓപ്ഷൻ ഡി കാൽഷ്യം ക്ലോറൈഡ്. സോ ORSൻ്റെ ഫോർമുലയിൽ നമുക്ക് ഇല്ലാത്തത് ഏതാണ്? ശരിക്കും കാൽഷ്യം ക്ലോറൈഡ് ആണ്. ഓക്കെ, കാൽഷ്യം ക്ലോറൈഡ് ആണ് വരുന്നത്. സോ അതിൽ നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് ഉണ്ട്. 2.6 ഗ്രാം സോഡിയം ക്ലോറൈഡ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പൊട്ടാഷ്യം ക്ലോറൈഡ് വരുന്നുണ്ട്. 1.5 ഗ്രാം പൊട്ടാഷ്യം ക്ലോറൈഡ് നമ്മൾ എടുക്കുന്നുണ്ട്. സോഡിയം സിട്രേറ്റ് അല്ലെങ്കിൽ ട്രൈസോഡിയം സിട്രേറ്റ് ഡൈഹൈഡ്രേറ്റ് ഫോമിൽ 2.9 ഗ്രാം എടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഈ പറഞ്ഞ കാൽഷ്യം ക്ലോറൈഡ് നമുക്കില്ല. അതിന് പകരം നമുക്കുള്ളത് ഗ്ലൂക്കോസ് ആണ് കേട്ടോ. ഗ്ലൂക്കോസ് നമ്മൾ എടുക്കുന്നത് 13.5 ഗ്രാം ഗ്ലൂക്കോസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ഗ്ലൂക്കോസ് എന്തിനാണ് നമ്മൾ എടുക്കുന്നത്? അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ അങ്ങനെ ഒരു പർപ്പസ് അല്ല. ഗ്ലൂക്കോസിൻ്റെ ഒപ്പമാണ് സോഡിയം നമ്മുടെ സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് ഇംപ്രൂവ് ദ അബ്സോർപ്ഷൻസ് ഓഫ് സോഡിയം ഇൻടു ദി സെല്ല്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂക്കോസ് എടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കോമ്പോസിഷൻ ഓഫ് കോട്രിമോക്സസോൾ ഈസ് ട്രൈമീതോപ്രിം പ്ലസ് ഈസ് ടു സൾഫാമിതോക്സസോൾ ഈസ് 1:2. Trimethoprim is to sulfamethoxazole 5:1. Sulfamethoxazole is to trimethoprim 5:1. Trimethoprim is to sulfadiazine 1:5.
സോ കോട്രിമോക്സസോൾ ഒരു ആൻറ്റിബയോട്ടിക് ആണല്ലേ, അതിൻ്റെ കോമ്പിനേഷൻ ഏതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? സൾഫാമിതോക്സസോൾ ട്രൈമീതോപ്രിം 5:1 ആണ് അവൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, വിച്ച് ഈസ് എ സെലക്റ്റീവ് ഈസ്ട്രജൻ റിസപ്റ്റർ ഡൗൺ റെഗുലേറ്റർ? ഡൗൺ റെഗുലേറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, രണ്ട് ടൈപ്പ് ഓഫ് നമുക്ക് ഇതേ ക്ലാസിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. സെലക്റ്റീവ് ഈസ്ട്രജൻ റിസപ്റ്റർ ഡൗൺ റെഗുലേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ സെലക്റ്റീവ് ഈസ്ട്രജൻ റിസപ്റ്റർ മോഡുലേറ്റർ ഉണ്ട്. സോ അത് കൺഫ്യൂഷൻ ആവാൻ പാടില്ല കേട്ടോ, അത് മനസ്സിലാക്കി പഠിക്കുക ഈ ക്ലാസിഫിക്കേഷൻ എത്തുമ്പോൾ, അത് ഈസ്ട്രജൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ നോക്കുമ്പോൾ. ഓക്കെ, ഓപ്ഷൻ എ ഫ്ലൂട്ടാമൈഡ്, ഓപ്ഷൻ ബി ലെട്രോസോൾ, ഓപ്ഷൻ സി ഫൾവിസ്ട്രൻ ആൻഡ് ഓപ്ഷൻ ഡി ഫിനാസ്റ്ററൈഡ്. സോ ഇതിലേതാണ് സെലക്റ്റീവ് ഈസ്ട്രജൻ റിസപ്റ്റർ ഡൗൺ റെഗുലേറ്റർ ആയിട്ട് വരുന്നത്? ഫൾവിസ്ട്രൻ്റ് ആണ്. ഓക്കെ, ഇതിൽ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിൻക്രിസ്റ്റിൻ ഈസ് എ ഡാഷ് ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്. വിൻക്രിസ്റ്റിൻ ഏത് ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ് ആണ്? ഇൻഡോൾ ആണോ, ഫിനാൻഡ്രിൻ ആണോ, ബെൻസൈൽ ഐസോക്വിനോളിൻ ആണോ, ട്രിറ്റപ്പിനോയിഡ് ആണോ? സോ ഇറ്റ്സ് എൻ ഇൻഡോൾ ആൽക്കലോയിഡ് അല്ലേ? വിൻക്രിസ്റ്റിൻ നമുക്ക് കിട്ടുന്നത് ഇൻഡോൾ ആൽക്കലോയിഡായിട്ടാണ് വിൻക്രിസ്റ്റിൻ നമുക്ക് വരുന്നത്. ഓക്കെ, വിങ്ക ആൽക്കലോയിഡ്സ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഫോർമുല ഫോർ പ്രൈമറി എമൽഷൻ ഓഫ് കാസ്റ്റർ എമൽഷൻ ഈസ്. പ്രൈമറി കാസ്റ്ററിൻ്റെ എമൽഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓയിൽ വാട്ടർ ഗം റേഷ്യോ 4:3:1. ഇതെല്ലാം ഓയിൽ വാട്ടർ ഗം റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത്. അത് റേഷ്യോ നോക്കുക, 4:3:1 ആണോ, 3:2:1 ആണോ, 2:2:1 ആണോ, അതോ 4:2:1 ആണോ? സോ ഇതിന് ആൻസർ നമുക്ക് ഏതാ വരിക? കാസ്റ്റർ ഓയിലിൻ്റെ ഓയിൽ വാട്ടർ ഗം റേഷ്യോ ഇതാണ്, 4:2:1 ആണ്. ഇത് നമ്മുടെ ഈ വാട്ടർ ഗം റേഷ്യോ ഇതിലെല്ലാം നമുക്കറിയാം, എല്ലാത്തിനും വാട്ടറിൻ്റെ ഗമ്മിൻ്റെ റേഷ്യോ 2:1 തന്നെയാണ് വരിക. പിന്നെ വ്യത്യാസം വരുന്നത് എവിടെയാണ്? നമുക്കറിയാം ഓയിലിൻ്റെ റേഷ്യോയിലെ വ്യത്യാസം വരിക. അത് ഫിക്സഡ് ഓയിലാണെങ്കിലാണ് 4:2:1 വരിക. ഓക്കെ, ഫിക്സഡ് ഓയിലാണെങ്കിൽ 4:2:1 ആണ് വരിക. ഓക്കെ, ഫിക്സഡ് ഓയിലാണെങ്കിൽ നമുക്ക് എന്താ വരിക? 4:2:1. ഓക്കെ, ആ സമയത്ത് മിനറൽ ഓയിലാണെങ്കിലോ, മിനറൽ ഓയിലിന് എക്സാമ്പിൾ ഏതാണ്? ലിക്വിഡ് പാരഫിൻ. ഓക്കെ, ആ ഒരു കേസിൽ നമുക്ക് 3:2:1 ആയിരിക്കും നമുക്ക് വരിക. ഓക്കെ, വോളറ്റൈൽ ഓയിലാണെങ്കിലോ, വോളറ്റൈൽ ഓയിലിന് ഏതാണ് എക്സാമ്പിൾ? ടർപ്പൻറ്റിൻ ഓയിൽ, പെപ്പർമിൻറ്റ് ഓയിൽ, അതുപോലെ തന്നെ സിന്നമൺ ഓയിലൊക്കെ വരിക. ആ ഒരു സമയത്ത് 2:2:1 ആയിരിക്കും നമുക്ക് വരിക. ഓക്കെ, സോ മെയിൽ ഫെൺ എക്സ്ട്രാക്ട് എന്നൊരു കേസും വരുന്നുണ്ട്. ആ ഒരു കേസിൽ 1:2:1 ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഓയിലാണ് ചോദിക്കുന്നതെന്ന് അനുസരിച്ച് തന്നെ പഠിക്കുക കേട്ടോ. ഫിക്സഡ് ഓയിലിന് ഏതൊക്കെ എക്സാമ്പിളായിട്ട് വരിക? കാസ്റ്റർ ഓയിൽ ഉണ്ട്, ആൽമണ്ട് ഓയിൽ, അരാച്ചിസ് ഓയിൽ ആൻഡ് കോഡ് ലിവർ ഓയിലാണ് നമുക്ക് ഫിക്സഡ് ഓയിലിന് എക്സാമ്പിളായിട്ട് വരിക. സോ ഇവിടെ കാസ്റ്റർ ഓയിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് ആൻസറാണ് 4:2:1 ആണ് നമുക്ക് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Ideal temperatures to store insulin is 0 to 2 degrees Celsius, 0 degree Celsius, 2 to 8, 20 to 40 degree Celsius. So ഇത് ഈസി അല്ലേ? ഇൻസുലിൻ്റെ സ്റ്റോറിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? 2 to 8 degree Celsius. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒമിപ്രസോൾ ഹാസ് ടു ബി ടേക്കൺ. ഒമിപ്രസോൾ എപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്? എലോങ് വിത്ത് ഫുഡാണോ, 1 hour ബിഫോർ ഫുഡാണോ, 1 hour ആഫ്റ്റർ ഫുഡാണോ, വിത്ത് മിൽക്കാണോ? സോ ഒമിപ്രസോൾ, പാൻഡോപ്രസോൾ അങ്ങനത്തെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സൊക്കെ നമ്മൾ എടുക്കേണ്ടത് എപ്പോഴായിരിക്കും? 1 hour ബിഫോർ ഫുഡ് അല്ലേ? എക്സാമ്പിൾ ഫോർ HMG കോഎൻസൈം റിഡക്റ്റേസ് ഇൻഹിബിറ്റർ, നമ്മൾ കൊളസ്ട്രോൾ കൊടുക്കും അല്ലേ, സ്റ്റാറ്റിൻസ്. സോ അതാണ് ഈ വരിക. ഇതിൽ ഓപ്ഷൻ എ ഏതാണ്? ഫ്ലുവാസ്റ്റാറ്റിൻ, ഓപ്ഷൻ ബി ഫ്ലുവോസെറ്റിൻ, ഓപ്ഷൻ സി ഫ്ലുവോസാമൈൻ ആൻഡ് ഓപ്ഷൻ ഡി ഫ്ലുവോസിനിലോൺ. സോ ഇത് സ്റ്റാറ്റിൻ്റെ HMG കോൺസൈം റിഡക്റ്റേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിൻസ് ആണ്. സോ അതിൻ്റെ ആൻസർ ഏതാണ്? ഫ്ലുവാസ്റ്റാറ്റിൻ ആണ് നമുക്ക് വരിക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സോ ലാസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് വാട്ടർ ബോൺ ഡിസീസ് ഏതാണ്? ഓപ്ഷൻ എ യെല്ലോ ഫീവർ, ബി കോളറ, സി വെസ്റ്റ് നൈൽ ഫീവർ ആൻഡ് ഡി ഇൻഫ്ലുവൻസ. സോ ഇതിൽ ഏതാണ് വാട്ടർ ബോൺ ഡിസീസ്? ഈസി ആണല്ലേ, കോളറ. വിബ്രിയോ കോളറ പരത്തുന്ന കോളറാണ് വാട്ടർ ബോൺ ഡിസീസ്. അടുത്ത ക്വസ്റ്റ്യൻ. കലോറിഫിക് വാല്യൂ ഓഫ് കാർബോഹൈഡ്രേറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4 calorie per gram, 0.4 calorie per gram, 0.04 calorie per gram ആൻഡ് 9 calorie per gram ആണ് സോ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഏതാണ് ആൻസർ? കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് ശരിക്കും എത്ര കലോറി കിട്ടും കാർബോഹൈഡ്രേറ്റ്സ് വഴി? 4 calorie per gram ആയിരിക്കും നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിലൂടെ കിട്ടുന്നത്. ഓക്കെ, പ്രോട്ടീൻസ് ആണെങ്കിലോ, പ്രോട്ടീൻസ് 4 calorie per gram ആയിരിക്കും നമുക്ക് കിട്ടുക. പ്രോട്ടീൻസിനും ഈ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും സെയിം വാല്യൂ ആണ്. പക്ഷേ ലിപ്പിഡ്സ് അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് ആകുമ്പോൾ അതിന് എത്ര? 9 kcal നമുക്കവിടെ കിട്ടും. ഓക്കെ, നോട്ട് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ വൈറൽ ഡിസീസ്? വൈറസ് ഡിസീസ് അല്ലാത്തത്. റാബീസ്, ലെപ്രസി, സ്മോൾ പോക്സ്, പോളിയോമൈലൈറ്റിസ്. സോ ഇതിലേതാണ് വൈറസ് അല്ലാത്ത ഡിസീസ് വരുന്നത്? ലെപ്രസി, മൈക്കോബാക്ടീരിയം ലെപ്ര അല്ലേ, ബാക്ടീരിയ ഡിസീസാണ്.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡ്രഗ് കമ്പൈൻഡ് വിത്ത് സൈക്ലോഫോസ്ഫാമൈഡ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഹെമറാജി സിസ്റ്റൈറ്റീസ് ഈസ്. എഗെയിൻ നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ അല്ലേ. ഹെമറാജി സിസ്റ്റൈറ്റീസ് നമ്മൾക്ക് എന്താണ് നമ്മൾ ഇത്തിരി മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. അതില്ലാതെ ആയിരിക്കാൻ വേണ്ടി നമ്മൾ ഏത് ഡ്രഗാണ് കൊടുക്കുന്നത്? സോ ഇതിന് ആൻസർ നിങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. സോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ, നിങ്ങൾ കാണുന്നവർ കമൻറ്റ് ബോക്സിൽ ഇതിന് ആൻസർ പറയുക കേട്ടോ. സോ ഏതാണ് ഡ്രഗാണ് സൈക്ലോഫോസ്ഫാമൈഡിൻ്റെ ഒപ്പം നമ്മൾ ഹെമറാജി സിസ്റ്റൈറ്റീസ് വേണ്ടിയിട്ട് ഇതില്ലാതാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡ്രഗ്. ഓക്കെ, ഓപ്ഷൻസ് മെസ്നെ ഉണ്ട്, 5-ഫ്ലൂറോയുറാസിൽ ഉണ്ട്, 2-PAM ഉണ്ട്, ആൻഡ് പിറിഡോക്സിൻ ഉണ്ട്. ഓക്കെ, സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് ടോപ്പ് 100 MCQs ആണ്. ഒത്തിരി സീരീസ് ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. സോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.